അതായത് ശിവനിൽ തുടങ്ങി ഞാൻ സീമാജിയിൽ എത്തി നിന്ന ഒരു കാര്യമാണ് ഞാൻ ഇത്രയും നേരം പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പോൾ എല്ലാവരും നിങ്ങളുടെ ജീവിതവും മാറണം. പരിഹാരങ്ങളുടെ പുറകെ പോകാതെ നമുക്ക് എവിടെ ഒന്ന് എഴുതി വെച്ചാലോ ഇല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് എവിടെയെങ്കിലും ഒരു സാധനം പൊതിഞ്ഞു വെച്ചാലോ ഒന്നും നമ്മുടെ കഷ്ടങ്ങൾ മാറില്ല. അത് മനസ്സിലാക്കുക. ആദ്യം എല്ലാവരും യാഥാർത്ഥ്യങ്ങളെ മനസ്സിലാക്കുക. യാഥാർത്ഥ്യത്തിൻ്റെ കൂടെ യാത്ര ചെയ്യാൻ ആഗ്രഹിക്കുക. അപ്പോൾ ഈ പ്രപഞ്ചം നിങ്ങളിലേക്ക് ആ യാഥാർത്ഥ്യത്തെ കൊണ്ടുവരും. ഓരോ മെസ്സേജ് കൂടെ നമ്മൾക്ക് വേണ്ടിയുള്ളത് ഈ പ്രപഞ്ചം തരുന്ന ഓരോ അടയാളങ്ങളാണെന്ന് കണ്ടുപിടിക്കാൻ എപ്പോൾ നിങ്ങൾക്ക് തോന്നുന്നു അപ്പം മുതൽ നിങ്ങളുടെ പ്രശ്നങ്ങൾ തീരാൻ തുടങ്ങുകയാണ്. ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാൻ 2 പേരെ ഇന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോവുകയാണ്. ഇത് ഞാൻ വേണമോ വേണ്ട എന്ന് നിറയെ ടൈം ഞാൻ ആലോചിച്ചു. പക്ഷേ നിങ്ങളോട് ഞാനത് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ച് ഞാൻ ശരി ഇത് വീഡിയോയിൽ എടുക്കുകയാണ്. അപ്പോൾ ഈ 2 പേര് യുടെ കാര്യം പറയുമ്പോൾ എനിക്ക് ഭയങ്കര ഒരു എക്സൈറ്റഡ് ആവും ഞാൻ. എന്താണെന്ന് ചോദിച്ചാൽ എനിക്ക് ആ കൊറോണ വന്ന സമയത്ത് ഞാൻ ഹോസ്പിറ്റലിൽ ഇരുന്നപ്പം ഒരു നേഴ്സാണ് എൻ്റെ കയ്യിൽ ആദ്യമായിട്ട് ശിവൻ്റെ ഒരു ഫോട്ടോ, ചെറിയൊരു ഫോട്ടോ എൻ്റെ കയ്യിൽ കൊണ്ടുവന്ന് വെച്ചിട്ട് എന്നോട് പറഞ്ഞു, ചേച്ചി ഇത് കയ്യിൽ വെച്ചോ, എന്നിട്ട് നമശിവായ മന്ത്രം ഇങ്ങനെ ജപിച്ചുകൊണ്ടേ ഇരിക്കുക, ചേച്ചിക്ക് നല്ല റിലാക്സ് കിട്ടും എന്ന് പറഞ്ഞു. അപ്പോൾ ശരി, അപ്പോൾ അത് കൈ കിട്ടുമ്പം അപ്പോൾ അതുവരെയ്ക്കും ഞാൻ ശിവൻ്റെ അമ്പലത്തിലൊക്കെ പോകുമെന്ന് മാത്രമേ ഉള്ളൂ. എനിക്ക് അങ്ങനെ ഉള്ള ഒരു അടുത്തുള്ള ഒരു ഇതൊന്നുമില്ല. പക്ഷേ എന്താണെന്നറിയത്തില്ല, ഞാനിങ്ങനെ ഈ ചെറിയ കിളികൾക്കും കുരുവികളും കാക്കയും പ്രാവും ഒക്കെ വരാറുണ്ട്. അവർക്കൊക്കെ ഞാൻ ഭക്ഷണം വയ്ക്കും, എന്നും വയ്ക്കും. ചില സമയത്ത് കുരങ്ങും വരും കേട്ടോ. കുരങ്ങെന്ന് പറയാൻ പാടില്ല, വാനരന്മാർ അവർ വരും. അവർക്ക് ഞാൻ ചോറ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ കൊടുക്കും, ഇല്ലെങ്കിൽ ഫ്രൂട്ട്സ് എന്തെങ്കിലും ഇരിപ്പുണ്ടെങ്കിൽ അതൊക്കെ എടുത്ത് കൊടുക്കും. അപ്പോൾ അത് ആരുടെ വീട്ടിലും പോകത്തില്ല, നമ്മുടെ ഇവിടെ മാത്രം വരും. വന്നിട്ട് ഞാൻ കഥ കാണിച്ചേക്കും, ചിലപ്പോൾ അകത്ത് കയറി വന്നിട്ടുണ്ടെങ്കിലോ എന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ മോള് പേടിക്കത്തില്ലേ, അപ്പോൾ അതുകൊണ്ട് അപ്പോൾ ഞാൻ അവർക്കെല്ലാവർക്കും ഭക്ഷണം കൊടുക്കുന്നതിൻ്റെ ശീലമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് എന്തോ എനിക്കറിയില്ല, ഞാൻ ആ കൊറോണ വന്ന സമയത്ത് എന്നെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ഭഗവാൻ ശിവനെന്ന് പറയുന്നതേ പ്രപഞ്ചശക്തിയാണ്. ഭഗവാൻ എന്നെ തേടി വന്നതുപോലെയാണ് എനിക്കൊരു അനുഭവമായിരുന്നത്. അപ്പോൾ നിനക്കിനി ഒരുപാട് കഷ്ടങ്ങളൊക്കെ നീ ഉണ്ട്, നീ എന്നെ മുറുക്കെ പിടിച്ചോ എന്നുള്ള ഒരു സിംറ്റം പോലാണ് ഭഗവാൻ എന്നെ തേടി വന്നത്, ആ നഴ്സും മുഖാന്തരം എൻ്റെ കയ്യിൽ വന്നത്. അപ്പോൾ അത് ഞാനിങ്ങനെ കയ്യിൽ വെച്ച് ഞാൻ ഓം നമഃ ശിവായ മന്ത്രം ഒത്തിരി ആത്മാർത്ഥമായിട്ട് ഞാൻ പ്രാർത്ഥിച്ച്. അപ്പോൾ അതിൽ നിന്ന് എനിക്കറിയില്ല, ശിവൻ എൻ്റെ ഒരു ജീവൻ്റെ ഭാഗമായി. അതില്ലാതെ ഞാനില്ല എന്നുള്ള ആ ചിന്തയില്ലാതെ ഞാനില്ല എന്നുള്ള ഒരു അവസ്ഥയിലേക്ക് വന്നു. അപ്പോൾ നിറയെ പേര് എന്നോട് പറഞ്ഞു, ഞങ്ങളുടെ നാട്ടിൽ തന്നെ അമ്മ തന്നെ എന്നോട് പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്, ശിവനെ ഒന്നും അത്രയ്ക്ക് അഗാധമായിട്ട് അടുപ്പിക്കരുത്, ഒരുപാട് കഷ്ടങ്ങൾ വരും, പ്രയാസങ്ങളൊക്കെ വരും, അതുകൊണ്ട് ഒത്തിരി പരീക്ഷണങ്ങളുണ്ടാകും. അപ്പോൾ അതുകൊണ്ട് അങ്ങനെയൊന്നും നീ ഈ പ്രായത്തിലൊന്നും അതിലേക്ക് ഇറങ്ങി പോകരുത് എന്നുള്ള അങ്ങനെയുള്ള രീതിയിൽ അമ്മ എന്നോട് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, ഭഗവാൻ അങ്ങനെയൊന്നും വരില്ല. നമ്മൾ ഗൃഹസ്ഥാശ്രമമായിട്ട് ജീവിച്ചാലും, നമ്മൾ ഹസ്ബൻഡിൻ്റെ കൂടെ ഇരുന്നാലും, നമ്മൾ ഒരു കുടുംബമായിട്ടൊക്കെ ഇരിക്കുന്നവർക്കും ശിവനെ പ്രാർത്ഥിക്കാനുള്ള ഒരിതുണ്ട്. അതായത് സന്യാസിയായിട്ട് പോകുന്നവർ മാത്രമേ ഉണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു മരത്തിൻ്റെ അടിയിൽ പോയി ധ്യാനം ചെയ്ത് കണ്ണടച്ചിങ്ങനെ ഇരുന്ന് ജീവിതം വിട്ട് പോകുന്നവർക്ക് മാത്രമല്ല ശിവനെ ഇതാകാനുള്ള ഒരു ഇതുള്ളത് എല്ലാവർക്കും. അതായത് ഈ പ്രപഞ്ചത്തിലെ എല്ലാ ജീവജാലങ്ങളെയും സ്വന്തം ജീവനെ പോലെ കരുതുന്ന ആർക്കും ശിവഭഗവാൻ അവർക്ക് എപ്പോഴും കാവലായിട്ടിരിക്കുമെന്നുള്ളതിൻ്റെ ഏക തെളിവാണ് ഞാൻ. അപ്പോൾ ഈ കൊറോണ എല്ലാം കഴിഞ്ഞ് ഞാൻ വീട്ടിൽ വരുമ്പോഴും ഞാൻ സദാസമയം എനിക്ക് നമശിവായ മന്ത്രം എൻ്റെ ഒരു ശ്വാസം എങ്ങനെ നമ്മൾ അകത്തോട്ടും പുറത്തോട്ടും എടുക്കുന്ന അതേമാതിരി തന്നെയായിരുന്നു എനിക്ക് ഭഗവാന്റെ ആ ഒരു കാര്യം, ആ ഒരു ചിന്ത. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോൾ അപ്പോഴെന്തോ എല്ലാവരും വിചാരിക്കുന്നത് എന്തോ, നമ്മൾ ഒരു ദൈവത്തിന് ഇഷ്ടപ്പെട്ടതെല്ലാം വാങ്ങി കൊടുക്കുമ്പം ഈ ദൈവം നമ്മളെ അങ്ങ് അനുഗ്രഹിക്കും, അല്ലെങ്കിൽ ദൈവത്തിന് ഇഷ്ടപ്പെട്ട കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യുമ്പം ഈ ദൈവം നമ്മളെ അങ്ങ് രക്ഷിക്കും, നമ്മുടെ കഷ്ടങ്ങൾ പിന്നെ ഉണ്ടാവത്തേ ഇല്ല എന്നാണ് നിറയെ പേരുടെ ഒരു തെറ്റിദ്ധാരണ. പക്ഷേ അങ്ങനല്ല. ആ ഒരു നിങ്ങളുടെ പ്രാർത്ഥനയും നിങ്ങളുടെ ആ ഒരു പ്രവൃത്തികളൊക്കെ ഈ പ്രപഞ്ചം എപ്പോഴും നോട്ടീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ
പുറമേ ഒരു പ്രവൃത്തി ചെയ്യുമ്പോഴും നമ്മുടെ അകത്തെ ആ ഒരു ചിന്ത നമ്മളോർക്കും നമ്മൾ മാത്രമേ ആ ചിന്ത നമുക്ക് മാത്രമേ അറിയുള്ളൂന്ന്. അതറിയുന്ന ഒരാളാണ് ഈ പ്രപഞ്ചശക്തി, നമ്മുടെ വൈബ്രേഷൻ. ഇപ്പോൾ അപ്പം ഞാൻ എന്താ പറയാൻ വരുന്നതെന്ന് ചോദിച്ചാൽ, നമ്മൾ ഒരു ദൈവത്തെ നമ്മൾ ആത്മാർത്ഥമായിട്ട് നമ്മൾ തിരഞ്ഞെടുത്ത് നമ്മുടെ ഇഷ്ടദൈവമായിട്ട് നമ്മൾ പ്രാർത്ഥിച്ച് കഴിയുമ്പം ആ ദൈവത്തിന് ഇഷ്ടപ്പെടുന്ന വിഷയങ്ങൾ നമ്മൾ ഓർക്കും. ശിവന് ഈ പൂക്കൾ ഇഷ്ടമാണ്, ഇല്ലെങ്കിൽ ഇങ്ങനെ പൂജ ചെയ്യുന്നത് ഇഷ്ടമാണ്, അങ്ങനെ വിചാരിച്ച് നമ്മൾ ആ വഴിക്ക് മാത്രമാണ് നമ്മൾ ചിന്തിക്കുന്നത്. അപ്പോൾ ഭഗവാൻ ഇഷ്ടമുള്ള ഒരു കാര്യം നമ്മൾ ചെയ്തു കൊടുക്കുമ്പം നമ്മൾ ചോദിക്കുന്നതെല്ലാം ഭഗവാൻ തരുമെന്നുള്ള ഒരു കോൺസെപ്റ്റോടെയാണ് നിറയെ പേര് ഈ അമ്പലത്തിൽ പോകുന്നതും പ്രാർത്ഥിക്കുന്നതും വഴിപാട് കഴിക്കുന്നതും. പക്ഷേ എൻ്റെ കാഴ്ചപ്പാട്, ഞാനത് നമ്മൾക്ക് ചുറ്റുമുള്ള എല്ലാ ജീവജാലങ്ങളും ഒരേ ശക്തിയാണെന്നുള്ളത്, അതിലും ദൈവാംശമുണ്ട്. അല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ വരുന്ന ഒരു ഭിക്ഷക്കാരനിലും ദൈവചൈതന്യം ഉണ്ട് എന്നുള്ള ഒരു കണക്കുകൂട്ടലാണ് ഞാൻ അങ്ങനെ കണക്കാക്കുന്നത്. അപ്പോൾ എൻ്റെ അമ്മ കൂടെ പറയും, ഇതിങ്ങനെയൊക്കെ നിനക്ക് ഈ കഷ്ടങ്ങളൊക്കെ വരുന്നത് ഈ ശിവനെ ഇങ്ങനെ പ്രാർത്ഥിക്കുന്നുണ്ട് ആയിക്കൊള്ളട്ടെ, പക്ഷേ എന്ത് കഷ്ടങ്ങൾ വന്നാലും ഞാനത് താങ്ങിക്കോളാം. ഞാൻ ഭഗവാനോട് പറയുന്ന ഒരു കാര്യമേ ഉള്ളൂ, എനിക്ക് എന്ത് വിഷമങ്ങൾ വന്നാലും നീ എൻ്റെ കൂടെ ഇരുന്ന് എന്നെ വഴി നടത്തി തന്ന് എനിക്ക് നല്ല എൻ്റെ കാര്യങ്ങൾ എങ്ങനെയൊക്കെ നടക്കണമോ അതേ രീതിയിൽ ആ വഴിക്ക് എന്നെ കൂട്ടിയിട്ട് പോ, ഞാൻ നിന്നെ മുറുക്കെ പിടിച്ചിരിക്കുക എന്നുള്ള ഒരു വിചാരത്തോടു കൂടി തന്നെ. ചിലപ്പോൾ എനിക്ക് ദേഷ്യം വരുമ്പോൾ ചില സമയത്ത് ഞാൻ വിളക്ക് കത്തിക്കാനോ പ്രാർത്ഥിക്കാനോ അല്ലെങ്കിൽ ആളിനോട് ദേഷ്യപ്പെടും. അതായത് നമ്മുടെ അച്ഛനോട് നമ്മളെങ്ങനെ ദേഷ്യപ്പെടും, നമ്മുടെ ഭർത്താവിനോട് നമ്മളെങ്ങനെ ദേഷ്യപ്പെടും, അതേ ഉരിമയോടെ അങ്ങനെ വേണം ഭഗവാനോട്. അല്ലാതെ ഭഗവാനോട് ദേഷ്യപ്പെട്ട് എന്തെങ്കിലും ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭഗവാൻ അങ്ങ് പിണങ്ങിപ്പോയാലോ, നമ്മുടെ കാര്യങ്ങൾ സാധിച്ച് തരത്തില്ലയോ, അങ്ങനെയുള്ളൊരു ചിന്തയല്ല ഉണ്ടാവേണ്ടത്. ദേഷ്യപ്പെടണം. നമുക്ക് അത് നമ്മുടെ സ്വന്തമെന്ന് കരുതി നമ്മൾ അങ്ങനെ വേണം നമ്മുടെ ഇഷ്ടദൈവങ്ങളെ ആരാധിക്കാൻ. അങ്ങനെ ആരാധിച്ചു കഴിഞ്ഞാലുണ്ടല്ലോ, പിന്നെ നമ്മൾ അടുത്ത പ്രാവശ്യം നമ്മൾ അങ്ങോട്ട് തന്നെ പോകത്തുള്ളൂ. ഇടയ്ക്ക് ഈ ഒരുപാട് സഹിക്കാൻ വയ്യാത്ത ടെൻഷനും വിഷമങ്ങൾ കൂടി വരുമ്പം ഞാൻ ഈ പരിഹാരം എന്നോട് ആരെങ്കിലും പറയുവാണെന്നുണ്ടെങ്കിൽ, അപ്പോഴൊക്കെ എനിക്ക് വയ്യാതിരിക്കുന്ന സമയത്ത് നമ്മുടെ വീട്ടിൽ തുണി നനച്ച് തരാൻ ഒരു അക്ക വരുമായിരുന്നു. ആ അക്ക എന്നോട് പറയുമായിരുന്നു, എൻ്റെ ഈ ശരീരത്തിന് വയ്യാഴിയൊക്കെ കണ്ടു കഴിയുമ്പോൾ പറയുമായിരുന്നു, സുധാ പോയി എവിടെയെങ്കിലും ജാതകം എടുത്തിട്ട് പോയി ഒരു ചെയ്യുമെന്ന് പറഞ്ഞിട്ട് അതെല്ലാം ചെയ്തിട്ടുണ്ട്. അങ്ങനെയൊക്കെ പോയിട്ടുണ്ട് ജാതകം എടുത്തിട്ട്. അപ്പോൾ അവരെല്ലാം എന്നോട് ഓരോ കാര്യങ്ങൾ പറഞ്ഞു തരും. അതല്ലാതെ തന്നെ ഞാൻ അല്ലാതെ ഓരോ പരിഹാരങ്ങൾ ചെയ്യും. നമ്മുടെ വീടിൻ്റെ അവിടെ ഒരു മൂലയിലേക്ക് ഇവിടെ ഒരു മൂലയിൽ വയ്ക്കുക, അങ്ങനെയൊക്കെയുള്ള പരിഹാരങ്ങളൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്. പക്ഷേ അതുകൊണ്ടൊന്നും എനിക്ക് യാതൊരു ഫലവും കിട്ടിയിട്ടില്ല. അതൊക്കെ വെറുതെ അവർ പറഞ്ഞുണ്ടാക്കുന്നതാണെന്നുള്ള എൻ്റെ സ്വന്തം അനുഭവത്തിൽ കൂടെ എനിക്ക് മനസ്സിലായി. അതൊന്നും നമുക്കൊരു പരിഹാരം ആവത്തില്ല എന്നും എനിക്കത് തീർവ് കിട്ടി. അപ്പോൾ ഇങ്ങനെയൊക്കെ ഇരിക്കുന്ന സമയത്ത് അങ്ങനെ ഇരിക്കുമ്പോൾ എനിക്ക് ഈ കനക്കൻപെട്ടി സ്വാമിയെപ്പറ്റി, ഇതാണ് കനക്കൻപെട്ടി സ്വാമി, ഈ കനക്കൻപെട്ടി സ്വാമിയെപ്പറ്റി എന്നോട് ഒരാൾ പറഞ്ഞ് എന്നെ വിളിച്ച് അമ്പലത്തിൽ കൊണ്ടുപോയി എന്നെ അവിടെ ഞാൻ അങ്ങോട്ട് ചെല്ലുമ്പോഴേ അവിടെ ഈ ജീവസമാധിയുടെ മേലെ ശിവലിംഗം വെക്കും. ഈ ശിവലിംഗത്തിൻ്റെ മേലെ ഒരു താമരപ്പൂ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ താമരപ്പൂ അങ്ങനെ നേരോട്ട് താഴോട്ട് വീഴുക ചെയ്തത്. എനിക്കത് കണ്ടപ്പോൾ ഭയങ്കര അപ്പോൾ ഈ തമിഴ്നാട്ടിലൊക്കെ എന്താണെന്ന് ചോദിച്ചാൽ, നമ്മുടെ അമ്പലത്തിൽ പോകുമ്പോൾ അമ്പലത്തിൻ്റെ വിഗ്രഹത്തിൻ്റെ മേലെ നിന്ന് ഒരു പൂ വീഴുവാണെന്നുണ്ടെങ്കിൽ അത് നമ്മൾക്കൊരു പോസിറ്റീവായിട്ടാണ് നമ്മൾ ഇവിടെ ഉള്ളവർ എടുക്കുന്നത്. നമ്മുടെ നാട്ടിലേതെങ്ങനെയാണെന്ന് എനിക്കറിയത്തില്ല, ഇവിടെ ഉള്ളവരങ്ങനെയാണ് എടുക്കുന്നത്. അപ്പോൾ എനിക്ക് ആ ഒരു കാര്യം കണ്ടു കഴിഞ്ഞപ്പം ആ അക്ക എന്നോട് പറഞ്ഞു, സുധാ, കനക്കൻപെട്ടിയപ്പ നിന്നെ ഏറ്റെടുത്തിട്ടുണ്ട്, നീ ഇനി ഒന്നും പേടിക്കേണ്ട, ധൈര്യമായിട്ട് പോയിക്കോ എന്ന് പറഞ്ഞ് എനിക്കിപ്പോൾ കുളിര് പോരുന്നു എനിക്കത് പറയുമ്പം. അപ്പോൾ അങ്ങനെ ഒരു ഇതുണ്ടായി, അനുഭവം എനിക്കുണ്ടായി. അപ്പോൾ ഞാൻ അവിടെ ഇരുന്ന് എന്നോടൊക്കെ പറഞ്ഞു, അവിടെ നീ ഇരുന്ന് നിൻ്റെ പ്രാർത്ഥനയൊന്നും പറയണ്ട, നീ ഇവിടെ വന്നതേ സ്വാമി നിന്നെ രക്ഷിക്കാൻ വേണ്ടിയിട്ട്, ശിവനാണ് നിന്നെ ഇവിടെ കൊണ്ടുവന്നിരിക്കുന്നത്, അപ്പോൾ നീ ഇരുന്നോ, നിനക്കൊരു കുഴപ്പവും വരത്തില്ല എന്ന് പറഞ്ഞാൽ ഒക്കെ എനിക്ക് ധൈര്യം തന്നു. പിന്നെ അവിടെ നിന്ന് പോയി അന്നദാനമൊക്കെ കഴിച്ച് ഓക്കെ ഞാനിങ്ങനെ തിരിച്ചു വന്നതിന് ശേഷം ഞാൻ ഇപ്പം എല്ലാം കുറച്ച് റീസെൻ്റായിട്ട് ഞാൻ എല്ലാ മാസവും ഞാൻ അവിടെ പോകുന്നുണ്ട്. ഈ മാസം ഇനിയും അടുത്ത ദിവസം എനിക്ക് പോകണം. ഞാൻ പോകാനായിട്ടൊരു തയ്യാറെടുപ്പിലാണ്. അപ്പോൾ ഞാൻ കണ്ടിന്യൂ ആയിട്ട് ഞാൻ കനക്കൻപെട്ടി അപ്പാവിനെ പിടിച്ച് ശിവനിൽ തുടങ്ങി കനക്കൻപെട്ടി അപ്പാവിൽ വന്ന് നിന്ന് അത് കഴിഞ്ഞതിന് ശേഷമാണ് എനിക്ക് കേളക്കൽ ശ്രീധരൻ്റെ എനിക്ക് ജീവിതത്തിലേക്ക് കടന്നു വന്നത്. അപ്പോൾ കനക്കൻപെട്ടി സിദ്ധരെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ അതൊരു വലിയൊരു കാര്യമാണ് കേട്ടോ. അത് ഞാൻ തനിയായിട്ടൊരു വീഡിയോ ഞാൻ പറയാം. നിങ്ങൾ കേളക്കി സിദ്ധർ എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ
കേളക്കർ സിദ്ധർ എന്ന് തമിഴ് എന്ന് പറഞ്ഞിട്ട് നിങ്ങളൊന്ന് അടിച്ചു നോക്കുക. അടിച്ചു നോക്കുമ്പം നിങ്ങൾക്ക് അതിനകത്ത് അതിൻ്റെ വീഡിയോ ലിങ്ക് വരും. അശോക ആസ്ട്രോ എന്ന് പറഞ്ഞ ഒരു ആളിൽ മുഖാന്തരമാണ് ഇത് വെളിയിൽ വന്നിരിക്കുന്ന ഈ സിദ്ധർ. അപ്പോൾ അതിനെപ്പറ്റിയുള്ള ഡീറ്റെയിൽ നിങ്ങൾ ആ ഒരു കേളക്കർ സിദ്ധർ എന്ന് പറഞ്ഞിട്ട് അടിച്ചു നോക്കിയാൽ അതിനകത്ത് നിങ്ങൾക്ക് കാണാൻ പറ്റും. തമിഴ് കേട്ടാൽ മനസ്സിലാകുമല്ലോ. അപ്പോൾ അത് പോയി കേൾക്കുക കേട്ടോ. അപ്പോൾ അങ്ങനെ ഞാൻ അതിനകത്ത് എൻ്റെ തമിഴ് ചാനലിനകത്ത് ഞാൻ കേളക്കർ സിദ്ധരെ പറ്റി ഉള്ള വീഡിയോസ് കൊടുത്തിട്ടുണ്ട്. എൻ്റെ ചാനലിൻ്റെ പേര് ശിവായ നമ എന്നാണ് കേട്ടോ. ശിവായ നമ എന്നാണ് എൻ്റെ തമിഴ് ചാനലിൻ്റെ പേര്. അപ്പോൾ അതിനകത്ത് ഞാൻ എൻ്റെ ടോട്ടൽ എനിക്ക് ശിവനെ പറ്റി അല്ലാതെ വേറൊന്നുമില്ല അതിനകത്ത്. എൻ്റെ ശിവനെ പറ്റി അല്ലാതെ എല്ലാ വീഡിയോ ഇപ്പം ഞാൻ ലോങ് വീഡിയോ ഒന്നും ഇടുന്നില്ല. ഇപ്പം ഞാൻ ഈ ഷോർട്സാണ് ഇടുന്നത്. അതായത് ഈ വാട്സപ്പ് സ്റ്റാറ്റസ് ഇടുന്നതൊക്കെ പോലത്തെ ഷോർട്സുകളാണ് ഇടുന്നത്. അപ്പോൾ അതിൽ പോയി നോക്കുക. അത് ഇതിൽ ഈ കനക്കൻ പെട്ടിയെ പറ്റി അറിയണമെന്നുണ്ടെങ്കിലും നിങ്ങൾ അതിനകത്ത് പോയി സെർച്ച് ചെയ്ത് നോക്ക്. ഇങ്ങനെയൊക്കെ ഇരുന്നാലും കൂട്ടുകാരെ എനിക്ക് ദേഷ്യം എനിക്ക് ഭയങ്കരമായിരുന്നു കേട്ടോ. എനിക്ക് ഭയങ്കര ദേഷ്യമായിരുന്നു. ഹസ്ബൻഡിന് ചെറിയ ചെറിയ വിഷയങ്ങൾക്ക് ഹസ്ബൻഡിനോട് ദേഷ്യപ്പെടുകയും ഹസ്ബൻഡ് എന്നോട് ദേഷ്യപ്പെടുമ്പോൾ ഞാൻ തിരിച്ചങ്ങോട്ട് ദേഷ്യപ്പെടുകയും അങ്ങനെ ആ ഒരു അതിൻ്റെ കാര്യം എനിക്ക് കൺട്രോൾ ചെയ്യാനേ പറ്റുന്നില്ല. ഞാൻ ഏതൊക്കെ അമ്പലത്തിൽ പോയാലും അല്ലെന്നുണ്ടെങ്കിൽ എന്തൊക്കെ പരിഹാരം ചെയ്താലും ഞാൻ ഈ സിദ്ധരുടെ ആലയങ്ങളിൽ പോയാലും എനിക്ക് അപ്പോൾ ഉള്ള ആ ഒരു ഇന്നർ പീസ് വീട്ടിലോട്ട് വരുമ്പോൾ എനിക്ക് ഉണ്ടാവാറില്ല. എനിക്ക് പിന്നീട് പ്രശ്നങ്ങളായിരിക്കും. നിറയെ പ്രശ്നങ്ങളെ ഞാൻ ഫേസ് ചെയ്യുന്നത്. അപ്പോൾ എല്ലാം എന്നോട് പറയും നീ ഇങ്ങനെ പോകുന്നത് കൊണ്ട്, ഇങ്ങനെ അമ്പലത്തിൽ പോകുന്നത് കൊണ്ടാണ് എനിക്ക് ഈ പ്രശ്നങ്ങളെല്ലാം കൂടുന്നതെന്നൊക്കെ പറഞ്ഞ് അതിൻ്റെ പേരിലും കൂടെ ഹസ്ബൻഡ് എന്നോട് വഴക്കുണ്ടാക്കിയിട്ടുണ്ട്. ഞങ്ങൾ സ്നേഹിച്ച് കല്യാണം കഴിച്ചവരാണെങ്കിൽ പോലും അങ്ങനെയുള്ള ഒരു ലൈഫ് സ്റ്റൈലേ അല്ലായിരുന്നു ഞങ്ങൾക്ക്. അങ്ങനെയായിരുന്നു. പിന്നീട് ഞാൻ ഈ അങ്ങനെ കണ്ടിന്യൂ പിടിവിടാതെ ഞാൻ ഇവരെയൊക്കെ ഞാൻ ഫോളോ ചെയ്ത് ഇങ്ങനെ മുന്നോട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഞാൻ ഈ യൂട്യൂബ് ചാനലിനകത്ത്, അതായത് തമിഴ് യൂട്യൂബ് ചാനലിനകത്ത് ഞാൻ എടുക്കുമ്പോൾ എല്ലാം ഇതിനകത്ത് വരുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, ജീവിതത്തിലേക്ക് ഒരാൾ അപ്രതീക്ഷിതമായി കടന്നു വരും. അതോടുകൂടി ജീവിതം മാറും, നല്ലൊരു നല്ലൊരു വഴിത്തിരിവുണ്ടാകാൻ പോകുന്നു എന്ന് പറഞ്ഞിട്ട് എനിക്കെപ്പോഴും ഞാൻ വീഡിയോ യൂട്യൂബ് തുറക്കുമ്പോഴേ അതിനകത്തുള്ള ഇങ്ങനെയൊക്കെ ഈ മെസ്സേജാണ് വന്നുകൊണ്ടേയിരുന്നത്. എൻ്റെ നാളും നക്ഷത്രവും പറഞ്ഞിട്ട് ഈ നക്ഷത്രത്തിലുള്ള ആൾക്കാരുടെ ജീവിതത്തിലേക്ക്. അപ്പോൾ എനിക്ക് ഇതിനകത്തൊന്നും എനിക്ക് വിശ്വാസമേ പോയി, എല്ലാത്തിലും വിശ്വാസമേ ഇല്ലാത്തൊരവസ്ഥയായി ഞാൻ ലാസ്റ്റിൽ. അപ്പോൾ ഇങ്ങനെ വന്നപ്പം ശരി നമ്മുടെ ജീവിതത്തിലേക്ക് ആരാ വരാൻ പോകുന്നത്, ഇങ്ങനെ അത് ഞാൻ ഒരു അസാൾട്ടായിട്ട് വിട്ടിട്ട് പിന്നെ ഞാൻ ഇങ്ങനെ ഈ പ്രാർത്ഥനയും ഇങ്ങനെ കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് എനിക്ക് പെട്ടെന്ന് സീമാജിയുടെ വീഡിയോ എനിക്ക് യൂട്യൂബിനകത്ത് ചാനലിനകത്ത് ഞാൻ കണ്ടത്. അതിനകത്ത് കയറി നോക്കുമ്പോൾ, അതായത് കർമ്മ പ്രക്ഷാളന ധ്യാനം എന്ന് പറഞ്ഞിട്ടൊരു വീഡിയോ ആണ് ഞാൻ ആദ്യം കാണുന്നത്. അപ്പോൾ അതിനകത്ത് പോയി നോക്കുമ്പോഴാണ് എനിക്ക് ഇതുവരെ അറിയാതിരുന്ന പല വിഷയങ്ങളാണ് ഞാൻ സീമാജിയുടെ ഓരോ വീഡിയോ ഓപ്പൺ ചെയ്യുമ്പോഴും എനിക്ക് കാണാൻ പറ്റിയത്, അറിയാൻ പറ്റിയത്. അപ്പോൾ ഒരു പ്രത്യേക ഒരു അനുഭവമായിരുന്നു എനിക്കത്. സീമാജി പറഞ്ഞ ഓരോ വിഷയങ്ങളും എൻ്റെ ജീവിതത്തെ ടോട്ടലി മാറ്റിമറിക്കുന്ന ഒരു കാര്യമായിരുന്നു. കാരണം എന്നെ സീമാജി, ഞാൻ വിശ്വസിക്കുന്നത് എന്നെ സീമാജിയിൽ എത്തിച്ചത് എൻ്റെ ശിവനാണ്, എൻ്റെ ഈ സിദ്ധർമാരാണ്. അവർക്കറിയാം. സിദ്ധറുകളെന്ന് പറയുമ്പോഴേ നമ്മുടെ കർമ്മഫലങ്ങളെ കുറച്ച് നമ്മുടെ കർമ്മത്തിൻ്റെ ആ തീവിനകളെ കുറച്ച് തരുന്ന ഒരു ശക്തിയാണ് ഈ സിദ്ധറുകൾ. അപ്പോൾ സിദ്ധറുകൾ എന്നെ ശരിക്കും കറക്റ്റായ റൂട്ടിലേക്ക് എന്നെ വഴി നടത്തി. എന്നെ സീമാജിയുടെ വീഡിയോ നീ ഇത് നിൻ്റെ വഴി ഇതാണ് എന്ന് പറഞ്ഞിട്ട് എന്നെ ആ ഒരു വീഡിയോ എന്നെ കാണിച്ചു തന്നത് എൻ്റെ സിദ്ധർ പെരുമാനാണ്. എനിക്ക് പറയുമ്പോൾ എനിക്ക് വാക്കുകളില്ല. എൻ്റെ ജീവിതം ഇങ്ങനെ മാറുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചതല്ല. ഇപ്പോൾ എനിക്കറിയത്തില്ല, ഇത്രയും എനിക്ക് ഒരു ജോലി ചെയ്യാനും അടുക്കളയിൽ കയറി എനിക്ക് നേരത്തിനും കാലത്തിനും ഭക്ഷണം ഉണ്ടാക്കാൻ പോലും എനിക്ക് സാധിക്കാതെ വന്നിരുന്ന ആ ഒരു സമയങ്ങളായിരുന്നു ഞാൻ ഈ കഴിഞ്ഞു പോയ സമയങ്ങളെല്ലാം. പക്ഷേ ഇപ്പം ഞാൻ എത്ര ഊർജ്ജസ്വലതയോടെയാണ് ഞാൻ രാവിലെ എഴുന്നേൽക്കുന്നത്, ഭക്ഷണം പാകം ചെയ്യുന്നത്. അതുപോലെ തന്നെ ഭർത്താവ് എന്നോട് എപ്പോഴും ദേഷ്യപ്പെടുക, ഞാൻ തിരിച്ചങ്ങോട്ട് ദേഷ്യപ്പെടുക, ഇങ്ങനെ പ്രശ്നങ്ങൾ, ഞങ്ങളുടെ പ്രശ്നങ്ങൾക്കിടയിൽ മോൾ ഒറ്റപ്പെട്ട ഒരവസ്ഥ. അപ്പോൾ ആ അവസ്ഥകളൊക്കെ എന്തിനായിരുന്നു, എങ്ങനെയായിരുന്നു എന്നുള്ള സീമാജിയുടെ വീഡിയോ ആണ് എനിക്ക് മനസ്സിലായത്. അപ്പോൾ സിദ്ധറുകൾക്കോ ഈ ശിവപെരുമാനോ നേരിട്ട് വന്ന് നമ്മളോട് ഒരു കാര്യം പറഞ്ഞ് നമ്മളെ മനസ്സിലാക്കിക്കാൻ പറ്റത്തില്ല. നമുക്കതിനുള്ള വഴിയാണ്, റൂട്ട് നമ്മൾക്ക് കാണിച്ചു തരും. അത് നമ്മൾ മുറുക്കെ പിടിക്കുന്നത് നമ്മളാണ് അത് മുറുക്കെ പിടിക്കേണ്ടത്. അപ്പോൾ കൂട്ടുകാരോട് നിങ്ങളോടൊക്കെ ഞാൻ എന്താ പറയുന്നതെന്ന് ചോദിച്ചാൽ,
നമ്മൾ ഒരു വിഷമവും കഷ്ടങ്ങളും ആ പ്രയാസങ്ങളും വരുന്ന സമയത്ത് നമ്മൾക്ക് കാണുന്ന ഓരോ സന്ദർഭങ്ങളും അത്രയ്ക്ക് നമ്മളത് അനലൈസ് ചെയ്യണം. അത് ചെയ്ത് നമ്മൾ അതിനകത്തെ സൂക്ഷ്മങ്ങൾ മനസ്സിലാക്കണം. സൂക്ഷ്മങ്ങൾ മനസ്സിലാക്കി നമ്മൾ ജീവിക്കുമ്പം നമുക്കതിനുള്ള വഴികൾ കാണിക്കും, ആ പ്രപഞ്ചം കാണിക്കും. അത് നമുക്കുള്ള വഴിയാണെന്ന് പറഞ്ഞ് നമ്മളത് സ്വീകരിക്കുമ്പോഴാണ് നമ്മൾക്ക് ജീവിതത്തിന് മാറ്റങ്ങൾ ഉണ്ടാകുന്നത്. അപ്പോൾ അങ്ങനെയാണ് ഞാൻ സീമാജി. ഇപ്പം കൂടെ ഞാൻ ഈ കഴിഞ്ഞ ഒരു വീഡിയോയിൽ ഇട്ടപ്പം ഒരു കമൻറ്റ് എനിക്ക് വന്നു. ഞാനത് വീഡിയോ കാണിച്ച സീമാജിയെ വെച്ച് ഞാൻ പ്രമോഷൻ ചെയ്യുകയാണെന്ന്. അത് ആ ഒരു സത്യാവസ്ഥ സീമാജിക്ക് അറിയാം, അല്ലെങ്കിൽ എനിക്കറിയാം. ഞാൻ സീമാജി പ്രമോഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ പൈസ വാങ്ങി ഒരു വീഡിയോ ചെയ്യുന്നതിനാണ് പ്രമോഷൻ എന്ന് പറയുന്നത്. അപ്പോൾ സീമാജി എനിക്ക് പണം തന്ന് എന്നെക്കൊണ്ട് ഇത് പറയിപ്പിക്കുകയാണെന്ന് പറഞ്ഞാൽ അതിൻ്റെ കർമ്മ ആ പറയുന്നവർക്ക് പോയി ചേരത്തേ ഉള്ളൂ, അല്ലാതെ എനിക്കോ അല്ലെങ്കിൽ സീമാജിക്കോ അതിനകത്ത് യാതൊന്നും വരുന്നില്ല. പക്ഷേ ഞാൻ പറയാനുള്ള കാര്യങ്ങൾ എപ്പോഴും പറഞ്ഞുകൊണ്ടേയിരിക്കും. ഞാൻ എനിക്കതിനകത്ത് യാതൊരു വിഷമവുമില്ല. കാരണം എൻ്റെ സ്വന്തം അനുഭവങ്ങളാണ് ഞാനിത് പറയുന്നത്. എൻ്റെ ഗുരുകാരണവന്മാർ എൻ്റെ കൂടെ ഉള്ളിടത്തോളം കാലം എനിക്ക് യാതൊന്നിനെയും പേടിക്കേണ്ട ആവശ്യമില്ല. സീമാജിയുടെ വീഡിയോസ്, സീമാജിയുടെ ആ ഒരു വഴിനടത്തൽ എനിക്ക് എപ്പോഴും തുണയായിരിക്കും. അതായത് ശിവനിൽ തുടങ്ങി ഞാൻ സീമാജിയിൽ എത്തി നിന്ന ഒരു കാര്യമാണ് ഞാൻ ഇത്രയും നേരം പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പോൾ എല്ലാവരും നിങ്ങളുടെ ജീവിതവും മാറണം. പരിഹാരങ്ങളുടെ പുറകെ പോകാതെ നമുക്ക് എവിടെ ഒന്ന് എഴുതി വെച്ചാലോ, ഇല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് എവിടെയെങ്കിലും ഒരു സാധനം പൊതിഞ്ഞു വെച്ചാലോ ഒന്നും നമ്മുടെ കഷ്ടങ്ങൾ മാറില്ല. അത് മനസ്സിലാക്കുക. ആദ്യം എല്ലാവരും യാഥാർത്ഥ്യങ്ങളെ മനസ്സിലാക്കുക. യാഥാർത്ഥ്യത്തിൻ്റെ കൂടെ യാത്ര ചെയ്യാൻ ആഗ്രഹിക്കുക. അപ്പോൾ ഈ പ്രപഞ്ചം നിങ്ങളിലേക്ക് ആ യാഥാർത്ഥ്യത്തെ കൊണ്ടുവരും. ഓരോ മെസ്സേജ് കൂടെ നമ്മൾക്ക് വേണ്ടിയുള്ളത് ഈ പ്രപഞ്ചം തരുന്ന ഓരോ അടയാളങ്ങളാണെന്ന് കണ്ടുപിടിക്കാൻ എപ്പോൾ നിങ്ങൾക്ക് തോന്നുന്നു അപ്പം മുതൽ നിങ്ങളുടെ പ്രശ്നങ്ങൾ തീരാൻ തുടങ്ങുകയാണ്. ഓക്കെ കൂട്ടുകാരെ.